എല്ലാവർക്കും നമസ്കാരം. ഖലീൽ ജിബ്രാൻ്റെ പ്രസിദ്ധമായ വരികളുണ്ട്. അദ്ദേഹം പറയുന്ന, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവർ നിങ്ങളിലൂടെ വന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തെ നമുക്ക് നമ്മുടെ വീടുകളിൽ പാർപ്പിക്കാം. അതേസമയം അവരുടെ ചിന്തകൾ തികച്ചും വേറിട്ടതാണെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വരികൾ. നമ്മളെപ്പോലെ അവരെ ആക്കാൻ നമ്മൾ ശ്രമിക്കരുത്, അവരെപ്പോലെ ആവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു അവധിക്കാലം നമ്മൾ എന്താണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത് എന്നുള്ളതാണ്. അതെല്ലാവരോടുള്ള ചോദ്യമാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് പേര് വളരെ ഗൗരവമാർന്ന നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിൽ. അപ്പോൾ ഞങ്ങളിവിടെ ആശ്രമത്തിൽ ഈ ഏപ്രിൽ മാസം 15, 16, 17, 18, 19, 20 15-ാം തീയതി വരുന്നു, 20-ാം തീയതി തിരിച്ചു പോകുന്നു. റെസിഡൻഷ്യൽ ക്യാമ്പ്, ഒരു ഫാമിലി ക്യാമ്പും കൂടിയാണ്. കുട്ടികൾക്ക് പങ്കെടുക്കാം, പാരൻസിനും പങ്കെടുക്കാം. ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട്, അതിൽ യോഗയുണ്ട്, മെഡിറ്റേഷനുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് ഫോം കുട്ടികൾക്ക് പഠിപ്പിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളെ അടുത്തറിയാനുള്ള അവർക്കൊരു തുറന്നു വയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ ഈ കുട്ടികളുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന, നന്നായി ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എക്സ്പേർട്ടായിട്ടുള്ള, ഇതിൽ നന്നായിട്ട് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ, ടീച്ചേഴ്സ് പങ്കെടുക്കുന്നതാണ് ഈ ഒരു ക്യാമ്പ്. ആശ്രമത്തിൽ തന്നെ, തിരുവനന്തപുരം സാളഗ്രാമം ആശ്രമത്തിൽ. അപ്പോൾ അതിൻ്റെ ക്യാമ്പ് ഫീസ്, അതിൻ്റെ ക്യാമ്പ് ഡൊണേഷൻ എത്രയാണ് വരുന്നത്, ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ ക്യാമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആശ്രമവും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ക്യാമ്പ് ഈ ഒരു 5 ദിവസം കൊണ്ട് തീർത്ത് അങ്ങോട്ട് വെറുതെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിച്ച് പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് പിന്നീട് എല്ലാ മാസവും ഒരു ദിവസം, മാസത്തിൽ 1-2, അതല്ല എപ്പോഴൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മളൊരു ഓൺലൈനിൽ, ഇപ്പം നമുക്ക് ആ സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഒരു ഗൂഗിൾ മീറ്റ് വഴി ഈ കുട്ടികളൊക്കെ ആയിട്ട് വീണ്ടും സംവദിക്കുന്ന, അവർക്ക് എന്തെങ്കിലും തുറന്നു വയ്ക്കാൻ ഭയപ്പാടുകളോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലതൊന്നും കുട്ടികൾക്ക് പാരൻസിനോട് പറയാൻ ഭയപ്പാടുണ്ട്. അപ്പോൾ ഇവരെ മൂന്നാമതൊരാൾ കാണുന്നു, കേൾക്കുന്നു, അവർക്ക് തുറന്നു വയ്ക്കാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഒരു ഫോളോ അപ്പ് നമ്മൾ ഈ ഭാഗത്ത് ഇതൊരു ക്യാമ്പ് 5 ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനെ തുടർന്ന് ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് മാസത്തിൽ ഒരു ദിവസം നമ്മൾ ഓൺലൈനിൽ ഈ കുട്ടികളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ സംശയങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്കായിരിക്കും അതിൻ്റെ തുടർച്ചയുണ്ടാവുക. വലിയൊരു ഗ്രൂപ്പിനെ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിനുള്ള അത്രമാത്രം ഒന്നുമുള്ള സൗകര്യമില്ല. അതുകൊണ്ട് വളരെ കുറച്ച് പേരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ നടക്കുന്നുണ്ട്, നല്ല. അപ്പോൾ അത് ഒരു തുടർച്ച അതിനുണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണ്. പലപ്പോഴും ഇപ്പോഴും നമ്മളുമായിട്ട് എത്രയോ കാലത്തെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന കുട്ടികൾ, അവരുടെ പലരും വിവാഹമൊക്കെ കഴിച്ച് അവർക്ക് കുട്ടികളായി, എന്നാലും അവർ ഇപ്പോഴും നമ്മളുമായിട്ട് അവരൊരു ബന്ധം
തുടർന്ന് കൊണ്ടുപോകുന്നു എന്നുള്ള. അപ്പോൾ അതൊരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണത്. അപ്പോൾ ഈ ഒരു ക്യാമ്പിലേക്ക് നിങ്ങളെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ 15, 16, 17, 18, 19, 20. 15-ന് വരിക, 20-ന് പോകാം. തിരുവനന്തപുരത്തുള്ളവർക്ക് ഡേ സ്കോളേഴ്സായിട്ട് വന്ന് അറ്റൻഡ് ചെയ്ത് പോകാവുന്നവർക്ക് ആ ഒരു സൗകര്യമുണ്ട്. പക്ഷേ രാവിലെ ആയിരിക്കും മെഡിറ്റേഷൻ ക്ലാസ്സൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ എത്തിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. അതും സൗകര്യമാണ്. ദൂരെയുള്ളവർക്ക് കുട്ടികളായിട്ട് പേരൻസിന് വരാം, താമസിക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഈ ഒരു അവസരം നമ്മൾ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരിൽ? അവന് അത് മേടിച്ചു കൊടുത്തു, ഇത് മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് 91, 92 നമ്മൾ ചിന്മയ യുവകേന്ദ്രയുടെ ഒരു യൂത്തിൻ്റെ ഒരു ക്യാമ്പ് നമ്മൾ നമ്മുടെ ആശ്രമത്തിൽ ആദിശങ്കര നിലയത്തിൽ സംഘടിപ്പിച്ച സമയത്ത് അതിൻ്റെ സമാപനത്തിൽ ഒരു ചെറുപ്പക്കാരൻ ആലപ്പുഴയിൽ നിന്ന് വന്ന, നമ്മൾ ഇന്നും ഓർക്കുന്നു, അവനിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. ശരിക്കും ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നുന്നു. എന്നെ ഈ ക്യാമ്പിൽ ഇവിടേക്ക് വരാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിൽ, അതേസമയം എനിക്ക് ചില കാര്യത്തിൽ എനിക്ക് അവരോട് വിഷമമുണ്ട്. എന്നെ ഇന്നെന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ, അവസരങ്ങൾ തന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ പ്ലസ്സും മൈനസും പറഞ്ഞുകൊണ്ട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് അത് മേടിച്ചു കൊടുത്തു, ഇത് മേടിച്ചു കൊടുത്തു, സിനിമയ്ക്ക് കാണിച്ചു കൊടുത്തു, അങ്ങനെ ഇതെന്നൊക്കെ പറയും. ഒരു കൃത്യമായിട്ട് അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു നല്ലൊരു അവർക്കൊരു എന്താ പറയുക, ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങൾ നല്ല നല്ല ടീച്ചേഴ്സായിട്ടൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവന് നിനക്കെന്താ എന്നോട് തുറന്നു പറഞ്ഞാൽ, ഞാൻ നിൻ്റെ അച്ഛനല്ലേ അമ്മയല്ലേ എന്നൊക്കെ പറ്റുന്നുണ്ടാവില്ല. അത് കുട്ടികൾക്ക് പറ്റില്ല. കാരണം നമ്മൾ വാതിൽ അടച്ചു വെച്ചിട്ടാണ് ഈ ചോദിക്കുന്നതേ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ നല്ല കൗൺസിലേഴ്സ് ഉണ്ട് നമുക്ക്, അവരിലൊക്കെ ഈ കുട്ടികൾ ചിലപ്പം ഇവരൊന്നും കുഴപ്പം പിടിച്ചവരെന്നല്ല, അവരെ കൂടുതൽ അവർക്ക് അവരുടെ സർഗശേഷി ആവിഷ്കരിക്കാൻ, കൂടുതൽ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ ഈ ഒരു ക്യാമ്പ്, ഈ ക്യാമ്പ് നടത്തുന്നതിൻ്റെ താല്പര്യവും അതാണ്. അവർക്കത് സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി. അതിൻ്റെ വിവരങ്ങൾ ഇതിലുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നവരാത്രി വരുന്നു, അതുപോലെ പെരുന്നാൾ വന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു.